എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖസമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ നല്ലൊരു ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനവും അത്തരത്തിലായി തീരാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന ഓമനപ്പേരോടെ പറഞ്ഞ് ട്രീറ്റ്മെൻറ്റിന് വിധേയമാകുക, തുടർച്ചയായി മരുന്ന് കഴിക്കേണ്ടി വരിക, അതൊരു ബാധ്യതയായി കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ചുറ്റുവട്ടത്തും നമ്മളുടെ വീടുകളിലും കണ്ടുവരുന്നത് ഒരു സ്വാഭാവികമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പരിഹരിക്കുന്നതിൽ എന്താണ് ചെയ്യേണ്ടത്? അത്തരം കാര്യങ്ങളെ പരിഹരിക്കുന്നതിന്, അതായത് നമ്മൾക്കൊരു അസുഖമോ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായി വരുന്ന ബാധിച്ച അല്ലെങ്കിൽ വലിയൊരു ചിലവ് വരുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഫാമിലിയിൽ നിന്നോ 1000-ഓ 10,000-ഓ ഒക്കെ ആണെങ്കിൽ തന്നിരിക്കും. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരുന്നതായ സ്റ്റെൻഡ് ഇടുക, അല്ലെങ്കിൽ പൾമണറി ഡിസീസ്, ക്യാൻസർ സിംറ്റംസ്, അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ്, യൂറിനറി സംബന്ധിച്ച ഓപ്പറേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ ചികിത്സ വേണ്ടി വരിക, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് ഒക്കെ പിടിപെടുക, ഇന്ന് പെട്ടെന്നാണ് അനലൈസ് ചെയ്യുക, പെട്ടെന്നാണ് ഓപ്പറേഷനും ചികിത്സയും തുടങ്ങേണ്ടി വരിക. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഭാരിച്ച ചിലവുകൾ വരേണ്ടതായി വരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ പൈസ മുടക്കിക്കൊണ്ട് വലിയൊരു കവർ പ്രൊട്ടക്ഷൻ കിട്ടുന്നതായ നമ്മളുടെ റൈറ്റ് ആയിക്കൊണ്ട്, മറ്റേതൊരു ചാരിറ്റിയാണ്, നമ്മൾ യാചിക്കേണ്ട, അല്ലെങ്കിൽ പലരോടും നമ്മുടെ ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നതാണ്, ഇന്ന ഡയാലിസിസിന് വിധേയമായിക്കൊണ്ട് അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഭാരിച്ച തുകയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യുക. അതൊരു യാചനയുടെ ഭാവമായി മാറുമ്പോൾ നമ്മൾ കുറഞ്ഞ പൈസ കൊടുത്തുകൊണ്ട് വലിയ കവറിന് പ്രൊട്ടക്ഷൻ കിട്ടിക്കൊണ്ട് അത്തരത്തിലുള്ള ബാധ്യത വരാതെ, അല്ലെങ്കിൽ ബാധ്യതയെ ലഘൂകരിച്ചുകൊണ്ട് സാമ്പത്തിക സുരക്ഷിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റിന് വിധേയമായിക്കൊണ്ട് ക്യാഷ്ലെസ് ആയിക്കൊണ്ട് തന്നെ മോഡേൺ ട്രീറ്റ്മെൻ്റ് ആകട്ടെ, ഏത് തരത്തിലുള്ള ചികിത്സയും എന്നോടെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള പോളിസികൾ ഇന്ന് അവൈലബിൾ ആണ്. അത്തരം പോളിസിയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടും അത്തരത്തിലുള്ള പോളിസി എടുത്തുകൊണ്ട് സ്വന്തം ജീവിതവും അതുപോലെ ഫാമിലി ഫ്ലോട്ടറായിട്ട് എടുത്തുകൊണ്ട് കുടുംബത്തിൻ്റെ എല്ലാ മെമ്പേഴ്സിനും പ്രൊട്ടക്ഷൻ നൽകുന്നതായ വിവിധ പാക്കേജുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അതൊക്കെ എടുത്തുകൊണ്ട് വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഇല്ലാതിരിക്കുന്നതിലേക്കും ഭാരിച്ച ചിലവുകൾ വരുന്ന സാഹചര്യത്തിൽ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മുടെ റൈറ്റായി മാറിക്കൊണ്ട് കുറഞ്ഞ പൈസ കൊടുത്തുകൊണ്ട് വലിയ കവറിന് അതിൻ്റെ പ്രൊട്ടക്ഷനിലും നിന്നുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായി വരുന്ന സമയത്ത് അതൊരു ബാധ്യതയായി തീരാതെ നമ്മൾക്ക് ആ ട്രീറ്റ്മെൻറ്റ് നടത്താൻ സാധ്യമാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കടക്കണിയാവുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, മറ്റു ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാവുന്നതാണ്. അതോടെ തന്നെ ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ ഹെൽത്ത് പോളിസികൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോ പേയ്മെൻ്റ് ഉണ്ടോയെന്നും, നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണെന്നും, അതോടൊപ്പം തന്നെ നോൺ മെഡിക്കൽ ഐറ്റംസ്, കൺസ്യൂമബിൾ ഐറ്റംസിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നതെന്നും, അതോടൊപ്പം തന്നെ കോ പേയ്മെൻറ്റിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റൂം റെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതിനോടനുബന്ധിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിക്കൊണ്ട്, അതോടൊപ്പം തന്നെ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ചുള്ള അറിയേണ്ടതുണ്ട്. ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എത്രയാണെന്നും, പല കമ്പനിക്കും പല രീതിയിലുള്ള വെയിറ്റിംഗ് പീരീഡുകളുണ്ട്. സ്പെസിഫൈഡ് ഡിസീസ് ഏതൊക്കെയാണെന്നും, ഏതൊക്കെ സ്പെസിഫൈഡ് ഡിസീസാണ് നമ്മൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തതെന്നും, അതോടൊപ്പം തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരണം കൊടുത്തുകൊണ്ട് വേണം പോളിസികൾ എടുക്കാൻ. അതല്ലെങ്കിൽ ഒടുക്കം ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ഡിനേ ആകുകയോ റിജക്റ്റ് ആകുകയോ ക്ലെയിം കിട്ടാൻ ബുദ്ധിമുട്ട് വരികയോ ഒക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കപ്പെടുന്നതിന് നമ്മൾക്ക് എന്തൊക്കെ ഫിസിക്കലി ആൻഡ് മെൻ്റലി മുൻ കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് എന്തെങ്കിലും ഓപ്പറേഷന് വിധേയമായിട്ടുണ്ടാകും, ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടാവും, പല അസുഖങ്ങളും മരുന്ന് കഴിച്ച് മാറിയിട്ടുണ്ടാകും, ആ സിംറ്റംസ് കാലക്രമേണ പിന്നീട് വന്നുകൂടാന്നില്ല. അപ്പോൾ പോളിസി എടുക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ആരോഗ്യപരമായ ഫിസിക്കലി ബാക്ക്ഗ്രൗണ്ട്, അതായത് ഹിസ്റ്ററി വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്തില്ല എങ്കിൽ പലപ്പോഴും ഡോക്ടർ ട്രീറ്റ്മെൻറ്റിന് വിധേയമാകുന്ന സമയത്ത് ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ പേഷ്യൻ്റ് തന്നെയോ പോളിസി എടുക്കുന്നിടത്ത് കൊടുക്കാത്തതായ ഡാറ്റ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഡോക്ടറോട് പറയുകയും ആ ഡോക്ടർ എഴുതുന്നതിൻ്റെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ക്ലെയിം റിജക്റ്റ് ആകുകയോ അല്ലെങ്കിൽ ഡിനേ ആകുകയോ അത് പെൻഡിങ് വെക്കാനൊക്കെയുള്ള ഇടവരാറുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചും ഒക്കെ ആയിരിക്കണം പോളിസി എടുത്ത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ എല്ലാവരും പോളിസി എടുത്തുകൊണ്ട്
സ്വന്തം ജീവിതവും കുടുംബജീവിതവും സുരക്ഷിതമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഇതിനെ സംബന്ധിച്ച് പല വീഡിയോസുകൾ ബാബു പണിക്കശ്ശേരി എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതാത് സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്